നമസ്കാരം, ഐഡിയൽ എഫ്എമ്മിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് 2024-25 സംസ്ഥാന കായികമേളയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ഐഡിയൽ കായിക താരങ്ങളുടെ ദ്രോണാചാര്യനായ ശ്രീ ടോമി ചെറിയൻ സാറാണ്. ഐഡിയൽ എഫ്എമ്മിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഐഡിയൽ താരങ്ങളുടെ താരരാജാവ് എന്ന് വിശേഷിപ്പിക്കട്ടെ. ഈ നിമിഷം അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഐഡിയൽ താരരാജാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഐഡിയൽ താരരാജാവായതല്ല, കേരളത്തിൽ രാജാക്കന്മാരാണ് ഇപ്പം നെടും ധൈര്യം. കായിക രംഗത്ത് കേരളത്തിലെ രാജാക്കന്മാരാകാൻ കാരണം ഐഡിയലാണ്, ഐഡിയലിന്റെ ചിന്തയാണ്, ഐഡിയൽ മാനേജ്മെന്റ് ചിന്തയാണ്, ഐഡിയലിലെ കുട്ടികൾ മിടുക്കാണ്, അതുപോലെ തന്നെ ഐഡിയലിലെ പരിശീലകരുടെ പരിശ്രമമാണ്. ഇത് ഒരുപാട് പേരുടെ കൂട്ടായ പരിശ്രമമാണ്. ഐഡിയലിന്റെ വ്യക്തമായ ലക്ഷ്യബോധമാണ് ഐഡിയലിനെ കേരളത്തിലെ താരരാജാവാക്കി മാറ്റിയത്. ഈ താരരാജാക്കന്മാരാകാൻ തന്നെ ഒരുപാട് പരിശ്രമം ഐഡിയൽ സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ട്, ഐഡിയൽ മാനേജ്മെന്റ് ഭാഗത്തുനിന്നുണ്ട്. നമുക്ക് നല്ല പ്രിപ്പറേഷൻ ഈ കുട്ടികൾക്കാണ് നമ്മൾ നടത്തി. ഒരു വർഷം മുഴുവൻ നീണ്ട പരിശീലന പദ്ധതിയുടെ അവസാന ഭാഗമാണ് ഈ വർഷത്തെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ്. ഒരു വർഷം മുഴുവൻ നിന്ന് മത്സരത്തിൽ പങ്കെടുത്തു, പ്രാക്ടീസ് ചെയ്തു. പ്രാക്ടീസ് ചെയ്തതിനു ശേഷം ഈ കുട്ടികൾ ഒരു മനസ്സോടുകൂടി ഒരു വലിയ ചാമ്പ്യൻഷിപ്പാണ്. കേരളത്തിലെ മുഴുവൻ ഏകദേശം 3 കോടിയോളം വരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ നിന്നാണ് നമ്മുടെ ഈ മത്സരത്തിൽ ഏറ്റവും മികച്ച വിജയങ്ങളായി നേടിയത്. ഈ വിജയം നേടുമ്പോൾ തന്നെ നമ്മുടെ പരിശ്രമം ചെറുതായിരുന്നില്ല. മത്സരത്തിൽ ശരിക്കും വലിയ ആശങ്കയാണ് മത്സരിച്ചത്. കേരളത്തിലെ എല്ലാ മികച്ച ടീമുകൾ മത്സരിച്ചു. അതിനാണ് നമ്മുടെ ഈ ചെറിയ സ്കൂള്, ചെറിയ ഗ്രാമം കേരളത്തിന് മുന്നിൽ നെറുകയിലേക്ക് എത്തിയത്. അതുകൊണ്ടാണ് നമ്മൾ താരരാജാവ് പട്ടത്തിലേക്ക് എത്തിയത്. അത് 3ാമത്തെ വർഷമാണ് എന്നുള്ളത് നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. കായികമേളയ്ക്ക് പോകുമ്പോൾ തന്നെ ഉറപ്പായിരുന്നു ഐഡിയൽ കേരളത്തിന്റെ അഭിമാനമാവുമെന്ന്. ചാമ്പ്യൻഷിപ്പ് നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിച്ചു പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല ഇപ്രാവശ്യം നമ്മുടെ മത്സരങ്ങൾ. നമ്മൾ ഇപ്രാവശ്യം നടന്ന ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ തന്നെ ഒരുപാട് കനത്ത മത്സരത്തില് തിരുനാവായ സ്കൂളിനോട് മത്സരിച്ചു, അതുപോലെ തന്നെ ഇവിടെ ആലത്തൂർ സ്കൂളിനോട് മത്സരിച്ചു. ജില്ലാ ചാമ്പ്യൻഷിപ്പിന് നമുക്ക് നല്ല എതിര് വന്നപ്പോൾ തന്നെ നമ്മൾ സംശയിച്ചു, കിട്ടുമോ ഇല്ലയോ എന്നൊരു സംശയം നമുക്ക് വന്നു. അതിന്റെ പുറകെ തന്നെ ജീവിനാഥ സ്പോർട്സ് സ്കൂളിനോട് നമ്മോട് മത്സരിക്കുന്നു. മാറുബേസിക് സ്കൂൾ കഴിഞ്ഞ എടുത്ത 2ാം സ്ഥാനക്കാര് മാറുബേസിക് സ്കൂൾ നമ്മോട് മത്സരിക്കുന്നു. അപ്പൊ നമുക്ക് ശരിക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ 2 മാസം മുമ്പ് തന്നെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന്റെ ട്രിപ്പിൾ അടിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുങ്ങിയിരുന്നു. ഒരുക്കം ഉറപ്പിക്കണമെങ്കിൽ മത്സരം കഴിഞ്ഞാലേ പറയാൻ പറ്റുകയില്ലായിരുന്നു. 1ാമത്തെ ദിവസവും 2ാമത്തെ ദിവസം മത്സരം കഴിഞ്ഞപ്പോൾ ചെറിയ ആശങ്കയുണ്ടായിരുന്നു. 2ാമത്തെ ദിവസത്തെ മത്സരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം ചാമ്പ്യൻഷിപ്പ് നമുക്ക് തന്നെ എത്തും എന്നൊരു ഉറപ്പ് നമുക്ക് വന്നു. ആ തരത്തിലായിരുന്നു നമ്മുടെ ടീമിന്റെ സ്ട്രാറ്റജി. 3-4 ദിവസങ്ങളാണ് നമ്മൾ മുമ്പോട്ട് വന്നത്. അങ്ങനെയാണ് നമ്മൾ കർണാടക ചാമ്പ്യന്മാരായത്. പക്ഷെ നേരത്തെ മുൻകൂട്ടി ചാമ്പ്യൻഷിപ്പ് നമ്മൾ ഉറപ്പിച്ചില്ലായിരുന്നു. സാറിന്റെ ടീമും എങ്ങനെയുള്ള പരിശീലനമാണ് കുട്ടികൾക്ക് നൽകുന്നത്? നമ്മുടെ ടീമിന്റെ പരിശീലനം പോലെ ഒരു ദിവസത്തെ പരിശീലനമല്ല, ഒരു വർഷത്തെ പരിശീലനമാണ്. കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതി നമ്മൾ ആരംഭിച്ച ക്യാമ്പ് നമ്മുടെ ഈ ഒരു ലക്ഷ്യത്തോടെയാണ് ചെയ്തത്. നമ്മൾ ഈ വർഷത്തെ സംസ്ഥാനമേള ചാമ്പ്യന്മാരാകുക എന്നുള്ളതല്ല നമ്മളെ കുട്ടികളെ കൊണ്ട്, നമ്മുടെ ഐഡിയയിലെ കുട്ടികളെ കൊണ്ട് ഉദ്ദേശിച്ചത് ദേശീയ മീറ്റിംഗ് ജേതാക്കളാകുക എന്നുള്ള ഉറപ്പിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു സംസ്ഥാന മേളയ്ക്ക് ഒരുങ്ങുമ്പോൾ ശരിക്കും സംസ്ഥാന മേള നമുക്ക് കിട്ടിയത് സങ്കടപ്പെടും. ദേശീയ മേളയ്ക്ക് നമുക്ക് സമ്മാനം വേണം. ഐഡിയയിൽ ശരിക്കും ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന സ്കൂളായി മാറുന്ന സ്വപ്നം കൊണ്ടാണ് ഞങ്ങൾ പരിശീലനം ആരംഭിച്ചത്. അത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ചു. തുടർച്ചയായിട്ട് 10 മാസത്തിന് ശേഷം ഇപ്പോൾ വന്ന നവംബർ മാസത്തെ മത്സരത്തിലാണ് നമ്മൾ പങ്കെടുത്തത്. 10 മാസത്തോളം നമ്മുടെ കുട്ടികൾ പരിശീലിച്ചു. പരിശീലിച്ച് ആ തരത്തിൽ പരിശീലനം പറ്റി. പിന്നെ മാത്രമല്ല വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല ഭക്ഷണവും നല്ല വിശ്രമവും നല്ല ശ്രദ്ധയും കൊടുത്താണ് നമ്മൾ ടീമിനെ ഒരുക്കുക. അതുകൊണ്ട് തന്നെ ആ പരിശീലന പദ്ധതി കുട്ടികൾ ഗുണകരമാണ്. ഒരാളല്ല, ഒറ്റയ്ക്കല്ല. ശരിക്കും നബീഷ് സാറിന്റെ പരിശ്രമം വളരെ പ്രധാനപ്പെട്ടതാണ്. സുജിത് സാറിന്റെ പരിശ്രമം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ അഖിൽ സാറിന്റെ പരിശ്രമം പ്രധാനപ്പെട്ടതാണ്. ഈ പരിശീലകരുടെ സംഘം കൂട്ടായ്മ ഒരുമിച്ച് നിന്നപ്പോഴാണ് ശരിക്കും ഒരു വലിയ വിജയം നേടിയത്. ആ കൂട്ടത്തിൽ നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, ഈ സ്കൂളിലെ എല്ലാ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള അധ്യാപകർ നമുക്ക് 100% സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാവരെയും കൂട്ടായ പ്രവർത്തനം. അതിനൊപ്പത്തിനൊപ്പം മജീദ് സാറും ഷാഫി സാറും ഒപ്പത്തിനൊപ്പം നമ്മൾ ഒരുപാട് സഹായിക്കും. എല്ലാ ഫെസിലിറ്റീസും അവർ ഒരുക്കിയപ്പോഴാണ് നമുക്ക് ഈ തരത്തിലുള്ള വിജയം സാധിച്ചത്. ഈ സ്കൂൾ ഇപ്പോൾ കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പരിശീലന സൗകര്യം നൽകുന്ന സ്കൂളാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഗുണകരമായ ഒരു അവസ്ഥ നമുക്ക് സംജാതമാക്കാൻ സാധിച്ചത്. ആ ഒരു വിജയമാണ് ശരിക്കും ഇത് ഐഡിയലിന്റെ കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ്. അത്ലറ്റിക് മീറ്റിന് പോവുകയാണല്ലോ ഞങ്ങളുടെ കൂട്ടുകാർ. എന്ത് ഉപദേശമാണ് അങ്ങേക്ക് അവരോട് പറയാനുള്ളത്? ഒരു ഓപ്പൺ സംസ്ഥാന കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നമ്മുടെ ഇവിടെ കഴിഞ്ഞുപോയി. ഒരു പോയിന്റിലാണ് നമ്മൾ 2ാം സ്ഥാനത്തേക്ക് പോയത്. അതായത് സംസ്ഥാനത്തെ മികച്ച ഒരുപാട് സ്കൂളുകളിൽ നിന്ന് മത്സരിച്ച്
അപ്പോൾ ഒരു പോയിന്റ് ഉണ്ട് ആ സ്ഥലത്തേക്ക് വന്നപ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം വന്നു അല്ലേ? തോക്കുമ്പോൾ നമുക്ക് സങ്കടമാണ്. ഐഡിയലിന്റെ ക്ലൗഡ് ഇതാണ്. ഐഡിയൽ ശരിക്കും ചാമ്പ്യനാകാൻ തീരുമാനിച്ച ടീമാണെന്ന് ഓർമ്മിപ്പിച്ച് വേണം ഐഡിയൽ ഒരിക്കലും മത്സരം. ഞങ്ങളാണ് ബെസ്റ്റ്, ഞങ്ങളാണ് ചാമ്പ്യൻസ് എന്ന രീതിയിൽ വേണം നമ്മൾ മത്സരത്തെ കാണാൻ. അപ്പൊ ആ കുട്ടികൾ ചിന്തിക്കുന്നതാണ് ഈ ഇത്ര നന്നായിട്ട് ഒരുക്കുന്ന ഒരു സ്ഥാപനവും കേരളത്തിലില്ല. അപ്പോൾ നമ്മൾ അതിന്റെ റിസൾട്ട് കാണിക്കണം. നമ്മൾ റിസൾട്ട് കാണിച്ചാൽ മാത്രമേ പറ്റൂ. പക്ഷെ തോൽവിയെ സങ്കടപ്പെടരുത്. സ്പോർട്സിൽ മാത്രമേ തോൽക്കാൻ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. പഠനത്തിൽ തോക്കാൻ പഠിക്കാനുള്ള സുഖമുള്ള കേസുണ്ട്. പക്ഷെ സ്പോർട്സിൽ തോക്കാം, തോറ്റു കഴിഞ്ഞാൽ ജയിക്കാം. ആ ഒരു അവസരം കിട്ടുന്നതാണ്. അപ്പൊ തോൽവി ഉണ്ടാകും, നിങ്ങളുടെ തുടക്കമാണ്. ഈ ഒരു മത്സരത്തിൽ തോറ്റാൽ സങ്കടപ്പെടരുത്. നാളെ ജയിക്കാൻ ഉറപ്പിക്കണം. പക്ഷേ ഈ കിഡ്സത്തിൽ ഇത് തീരുമാനിക്കണം, ഞങ്ങൾക്ക് ജയിക്കണം, ഞങ്ങളാണ് ചാമ്പ്യൻസ്, ഞങ്ങൾ കേരളത്തിൽ ചാമ്പ്യന്മാരാണ്, രാജാക്കന്മാരാണ് എന്ന രീതിയിൽ വേണം നിങ്ങൾ മത്സരത്തെ കാണാൻ. അപ്പോൾ നിങ്ങളുടെ വിജയം നിങ്ങളുടെ കയ്യിലേക്ക് വരും. നമ്മുടെ കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും എല്ലാവിധ പ്രാർത്ഥനകളും നേരുകയാണ്. നന്ദി. കൂട്ടുകാരെ, ഇത്രയും നേരം വിലപ്പെട്ട സമയം ചിലവഴിച്ച ശ്രീ ടോമി ചെറിയൻ സാറിനെ ഐഡൽ FM-ന്റെയും പ്രൈമറി മോണ്ടിസറി ടീമിന്റെയും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയൊരു പുതിയ അതിഥി എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.